ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഗ്നിവീർ നോട്ടിഫിക്കേഷൻ പുതുതായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഫിസിക്കൽ പാസ്സാകുന്നവർക്ക് പിന്നീട് റിട്ടേൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം എയർഫോഴ്സിൻ്റെ റാലിയാണ്, റിക്രൂട്ട്മെൻറ്റ് റാലിയാണ് നടത്താനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട, എയർഫോഴ്സിൻ്റെ ഈ അഗ്നിവീറിനൊക്കെ ഏകദേശം നല്ല പൈസ വരാറുണ്ട്. അപേക്ഷിക്കാനായിട്ട് 500 രൂപേൻ്റെ മുകളിലൊക്കെ വരും. പിന്നെ GST കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോൾ 100 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും, യോഗ്യതയുള്ള എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപേക്ഷ തുടങ്ങാൻ പോവുകയാണ്. ബാക്കി നല്ല ഫീസുള്ള പോസ്റ്റിലേക്ക് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. നല്ല ഫീസ് ഉണ്ട്. പിന്നെ പരീക്ഷ എഴുതാൻ പോകുന്നതിൻ്റെ, റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുന്നുണ്ട്, നല്ല പ്രിപ്പയർ ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി, ഞാൻ എടുത്ത് പറയാറുണ്ട്. കാരണം ഈയിടെ ഒരു സുഹൃത്ത്, ഒന്ന് മാത്രമല്ല, ഒരുപാടധികം സുഹൃത്തുക്കൾ അവർ പൈസ അടക്കുകയും അതിനുശേഷം ചില പോസ്റ്റുകൾക്ക് നഷ്ടം സംഭവിച്ചതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1000 രൂപ ഒക്കെ ഇപ്പം ഫീസ് വന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൂടാതെ 600-700 രൂപയൊക്കെ ഫീസ് വരുന്ന പോസ്റ്റുകളുണ്ട്. അതിൻ്റെ കൂടെ ട്രാവൽ എക്സ്പെൻസ്, അതിനുവേണ്ടി എഴുതാൻ പോകുന്ന ചിലവ്, ബാക്കിയുള്ള ചിലവ്, ഫുഡ് കാര്യങ്ങളൊക്കെ കൂടി 1000-1500 രൂപ ഇതിനു വേണ്ടി മാത്രം കുട്ടികൾ സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. കാരണം ഒരു സ്ഥലത്തോ 2 സ്ഥലത്തൊക്കെ എക്സാം സെൻറ്റർ വരുന്നത്, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. നേരെ മറിച്ച് SSC PSC ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒട്ടുമിക്ക എല്ലാ ജില്ലയിലും, നിയറസ്റ്റ് ജില്ലയിലൊക്കെ നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് പരീക്ഷ എഴുതാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. കൂടിപ്പോയാൽ അത്രയും ചിലവും വരില്ല, 100 രൂപ പരീക്ഷാ ഫീസോ. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് ഗവൺമെൻറ് ഫീൽഡിലേക്ക് നോക്കുന്നവരാണ്, തീർച്ചയായിട്ടും എഴുതേണ്ടതാണ്. ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ 500 രൂപയൊക്കെ കൂടുതൽ ഫീസൊക്കെ വരുന്ന പോസ്റ്റുകൾ നോക്കിയും കണ്ടും മാത്രം അപേക്ഷിക്കാമെന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എടുത്തിട്ട് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽസിന് വേണ്ടി വിളിക്കാൻ പോകുന്നുണ്ട്. പ്രീ രജിസ്ട്രേഷൻ റിക്രൂട്ട്മെൻറ്റ് റാലി ഫ്രം 31 ഓഗസ്റ്റ് മുതലാണ് ഇതിൻ്റെ റാലി നടക്കാനായിട്ട് പോകുന്നത്. 9 സെപ്റ്റംബർ 2026 വരെയാണ് റാലി നടക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ വെച്ചാണ് നടക്കുന്നതെന്നുള്ള എയർഫോഴ്സ് സ്റ്റേഷൻ ന്യൂഡൽഹി, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു റീജിയനാണ് ബാംഗ്ലൂരു, കർണാടക, ബാംഗ്ലൂരു നമുക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ അഗ്നിവീർ പോസ്റ്റാണ്, 4 വർഷത്തേക്കുള്ളതാണ്. അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓൾ ഡിസ്ട്രിക്ട്സ് ഓഫ് നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റും എല്ലാ സ്റ്റേറ്റിനും വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് സാരം. അതുപോലെ തന്നെ ഡേറ്റ് ഇവിടെ കൊടുത്തതുണ്ടോ, 31 മുതൽ 9 സെപ്റ്റംബർ, ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ബാംഗ്ലൂരുണ്ട്, കർണാടകത്തിൽ നമുക്ക് റാലി നടക്കുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെയുള്ള എയർഫോഴ്സ് സ്റ്റേഷനിൽ അത് നടക്കുന്നുണ്ട്. അപ്പോൾ അഗ്നിവീർ മ്യൂസീഷ്യൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പം വിളിക്കാനായിട്ട് പോകുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് PFT ആണ് ആദ്യം നടക്കുന്നത്. പിന്നെ അതിനുശേഷം റിട്ടേൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ മ്യൂസിക്കൽ പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നു. മ്യൂസിക്കലിലുള്ള നമ്മുടെ എബിലിറ്റി കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അതുപോലെ തന്നെ പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും പിന്നെ മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്സ്, മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ റാലി നടക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ റാലി ഒരുമിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിലുള്ള കുട്ടികളും ഉണ്ടാവും, കർണാടകത്തിലുള്ളവരും കേരളത്തിലുള്ളവരും തമിഴ്നാടുള്ളവരും അതുപോലെ തന്നെ പല സ്റ്റേറ്റിലുള്ള കുട്ടികളും നമ്മുടെ ഇവിടെ വന്നിട്ട്, ബാംഗ്ലൂർ വന്നിട്ടായിരിക്കും റാലി അറ്റൻഡ് ചെയ്യേണ്ടവരാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടില്ല. 20 ജൂലൈയിലാണ് ഓൺലൈൻ അപേക്ഷ തുടങ്ങാമെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഏകദേശം 20 ജൂലൈയിൽ അപേക്ഷ തുടങ്ങുന്നതായിരിക്കും. 20 ജൂലൈ 2026 അപേക്ഷ തുടങ്ങിയ 2 ഓഗസ്റ്റ് 2026 വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രായപരിധിയിലേക്ക് കിടക്കുകയാണെങ്കിൽ 1 ജാനുവരി 2005 1 ജൂലൈ 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഓൺലി അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ. പിന്നെ ഇതിന് പഠിക്കേണ്ട മെറ്റീരിയലും കാര്യങ്ങളും 10th ലെവലിൻ്റെ മെറ്റീരിയലൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ MRൻ്റെ ലെവലിലായിരിക്കും എക്സാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ്. 10th പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിനിമം പാസ് മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. മിനിമം പാസ് മാർക്കോട് കൂടിയിട്ട് 10th ഉണ്ടായിരിക്കണം. അതായത് 10th ഓർ ഇക്വാലൻ്റ് വിത്ത് മിനിമം പാസിംഗ് മാർക്ക് ഫ്രോം എനി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ മ്യൂസിക്കൽ എബിലിറ്റി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നല്ല പിച്ച്, ടെമ്പോ ഇതൊക്കെ കൂടി ഒരു പാട്ട് കംപ്ലീറ്റ് ആയിട്ട് പാടാൻ സാധിക്കണം. അതുപോലെ തന്നെ ഇത്രയുള്ള വയലിൻസ്, ഇവിടെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കണം കാര്യങ്ങളൊക്കെ. നിങ്ങൾ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ എനിക്ക് പോലും അറിയാത്ത വിവിധ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, മനസ്സിലാക്കുക. ഇവിടെ പറയുന്ന A or Bയിലുള്ള ഇത് വായിക്കാനായിട്ട് നിങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും യോഗ്യത വേണം, അതൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ രീതിയിലുള്ള ഗ്രേഡ് 5 ഓർ ഇക്വാലൻ്റ് ഓർ എബോ ഇൻ ദി വൺ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഫ്രോം എ റെക്കഗ്നൈസ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡിപ്ലോമ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, പാർട്ടിസിപ്പൻറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അവാർഡ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്, മെയിൽസിന് 162 സെൻറ്റിമീറ്റർ ഉയരം വേണം, ഫീമെയിൽസിന് 152 സെൻറ്റിമീറ്റർ ഉയരം മതി. ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ചെസ്റ്റ്
ഏകദേശം 77 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് വേണം 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. പെൺകുട്ടികൾക്ക് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. പിന്നെ ഹിയറിംഗ് എയ്ഡ്, ഡെൻ്റൽ പോയിൻ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അതായത് മെഡിക്കലി ഫിസിക്കലി ഫുള്ളി ഫിറ്റ് ആയിരിക്കണം. പിന്നെ അഗ്നിവീറിൻ്റെ ഇത് നമ്മൾ പറഞ്ഞ ടൈം കളയുന്നില്ല, അപേക്ഷ തുടങ്ങുമ്പോൾ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞുതരാം. അഗ്നിവീറിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം ഇതിൽ വരുന്നത് ഫിസിക്കൽ ടെസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഐറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിറ്റപ്സ് അതുപോലെ തന്നെ കാര്യങ്ങൾ, സ്കോട്ട്സ്. അത് ആദ്യം വരുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ആണ് കേട്ടോ ഇവിടെ കൊടുത്തത്. ആൺകുട്ടികളുടെ നമുക്ക് താഴേക്ക് ചുവടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിസിക്കലിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. സോ ഇതൊക്കെ നമുക്ക് അപേക്ഷ തുടങ്ങുമ്പോൾ നോക്കാം. ഇപ്പോൾ നമുക്ക് യോഗ്യത മാത്രം നോക്കിയാൽ പോരാ. പിന്നെ 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. 18% GST കൂടി ഉണ്ടാവുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. ഇപ്പം തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും താഴെ കൊടുക്കുന്നില്ല. കാരണം ഒരുപാട് പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപേക്ഷ തുടങ്ങിയാലേ നമ്മൾ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ലിങ്കൊക്കെ താഴെ കൊടുക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ കൊടുക്കാറില്ല. PSCൻ്റെ നമ്മൾ കൊടുക്കാറില്ല. PSCൻ്റെ ലിങ്കോ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. കാരണം PSC എല്ലാവർക്കും അറിയുന്നതാണ്. ജസ്റ്റ് സൈറ്റിൽ കയറി അപ്ലൈ അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ പോസ്റ്റിൻ്റെയും അപേക്ഷിക്കേണ്ട സൈറ്റും അതുപോലെ തന്നെ ലിങ്കും അപേക്ഷ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കലുണ്ട്. ഇതിൻ്റെ ഏതായാലും തുടങ്ങിയിട്ടില്ല. ഇപ്പം കൊടുത്തതെന്ന് ചിലവർ ആ ലിങ്ക് കൊടുത്തിട്ട് പല സെൻറ്ററിലും പോയിട്ട് അപേക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും. പക്ഷേ അത് നിങ്ങൾക്ക് തന്നെ നഷ്ടമുണ്ടാക്കുന്നത് കൊണ്ട് പലർക്കും അത് നഷ്ടം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. അപേക്ഷ ഉടനെ തുടങ്ങും. 20 ജൂലൈക്കാണ് അപേക്ഷ തുടങ്ങുന്നത്. 21-ാം തീയതിയോ അല്ലെ 20-ാം തീയതിയോ അനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ കാര്യത്തിൽ നിങ്ങളുടെ വെറീഡ് ആവേണ്ട, നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും മ്യൂസിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എയർഫോഴ്സിൻ്റെ പുതിയൊരു റാലിയാണ് വരാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കാർക്കും ആർക്കെങ്കിലും ഈ യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.